ഈ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ CPM BJP കൂട്ടി. നമുക്ക് BJPയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതമാണ്. മൂന്നാം തവണ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ CPM എന്നുള്ളൊരു പേര് കേരളം അല്ലെങ്കിൽ ഇന്ത്യ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് BJP ഈ തവണ CPM വോട്ട് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദത്താത്രേയ ഹോസ്പിറ്റലെ കാണാൻ വേണ്ടിയാണ് അജിത് കുമാർ രാത്രിയിൽ തലയിൽ മുണ്ടിട്ട് ADGP അജിത് കുമാർ പോയത്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് BJP CPM സഖ്യം ഇപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി അന്തർധാരയുണ്ട്, അല്ലെങ്കിൽ CPM BJP തമ്മിൽ ഒത്തുചേർന്നുകൊണ്ടാണ് അടുത്തൊരു തെരഞ്ഞെടുപ്പ് കേരളം പിടിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ BJPയുടെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് BJP CPM തഴഞ്ഞുകൊണ്ട് കോൺഗ്രസിനെയും എതിർത്തുകൊണ്ട് രണ്ടുപേരെയും ഒരേപോലെ എതിർത്തുകൊണ്ട് കേരളത്തിൽ സ്ഥാനം ഉറപ്പിക്കാൻ വരുന്ന ഒരു രീതിയാണ് പുതിയ സ്ട്രാറ്റജി ആയിട്ട് BJP ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് BJPക്ക് കേരളത്തിൽ നിലയുറപ്പിക്കാൻ സാധിക്കും. നോക്കൂ, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP വോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പടവലം പോലെ താഴോട്ടാണ് എന്നുള്ളതാണ്. നോക്കൂ, തൃക്കാക്കരയിൽ അല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ പാലക്കാട് അവരുടെ നില സസ്റ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. ബാക്കി എല്ലായിടത്തും തന്നെ ഇവരുടെ വോട്ട് താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ BJPക്ക് വലിയ റോള് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. ഇപ്പൊ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ അവർ മുമ്പോട്ട് വന്നപ്പോൾ അവർ പ്രതീക്ഷിച്ചത് അവർക്ക് പത്തനംതിട്ട സീറ്റ് പിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ അവർ 3ാം സ്ഥാനത്തായിരുന്നു. അപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ചില നിയോജക മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് എത്താൻ അവർക്ക് സാധിച്ചു എന്നത് CPM അവർക്ക് ക്രോസ് ഔട്ട് ചെയ്തിട്ടാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്ക് 2ാം പിണറായി ഗവൺമെന്റ് വരുമ്പോൾ ഏതാണ്ട് 66 സീറ്റുകളിൽ BJPയുടെ സഹായം ഉണ്ടായിരുന്നു. 14 സീറ്റുകളിൽ തിരിച്ചു സഹായിക്കാം എന്നുള്ളതായിരുന്നു CPM-ആയിട്ടുള്ള ഡീൽ. പക്ഷേ CPM പാലം വലിച്ചു. CPM-ന് BJPയെ സഹായിക്കാൻ അന്ന് പറ്റുമായിരുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. അണികളോട് അന്ന് പറയാൻ പറ്റില്ല, ഇന്ന് പറ്റും, കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ അന്നത് പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് CPM സഹായിച്ചില്ല. അപ്പോൾ CPM പാലം വലിച്ചതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഡീൽ, ഞാൻ വളരെ ആധികാരികതയോടും എല്ലാ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഡീൽ ഈ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ CPM BJP കൂട്ടി. എല്ലാ സീറ്റുകളിലുമല്ല, ചില മുനിസിപ്പാലിറ്റികളിൽ, തിരുവനന്തപുരം അടക്കമുള്ള മുനിസിപ്പാലിറ്റികളിൽ BJPയെ സഹായിക്കാനാണ് ഇവർ തമ്മിലുള്ള ഡീൽ. കാരണം BJPയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അത്രേ. അതായത് ഇവർ പ്രൂവ് ചെയ്യണം, ഏത് CPM ഇവർ വോട്ട് ചെയ്തു എന്നത് പ്രൂവ് ചെയ്താലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സഹായം തിരിച്ചുണ്ടാവുകയുള്ളൂ എന്ന ബോധ്യം അവർക്കുണ്ടായിട്ടാണ്. അപ്പം നോക്കൂ, തിരുവനന്തപുരത്ത് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് വോട്ട് ചെയ്യാൻ CPM അവിടെ ക്രോസ് ഔട്ട് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില പഞ്ചായത്തുകളും ഉണ്ട് ആ ലിസ്റ്റിൽ. അത് വരും ദിവസങ്ങളിൽ ഞാൻ പറയാം. അപ്പോൾ അത്തരം ഒരു ധാരണ CPM-ഉം BJP-യും തമ്മിലുണ്ട്. അപ്പൊ അങ്ങ് ചോദിക്കും, CPM-നെതിരായി ഇപ്പോൾ BJP സംസാരിക്കുന്നല്ലോ എന്നാണല്ലോ അങ്ങയുടെ ചോദ്യം. നോക്കൂ, അത് ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ധാരണ. CPM-നെതിരായ BJP-യുടെ സൈലൻസ് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് എന്താണ് CPM-നെതിരെ BJP സംസാരിക്കാത്തത് എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നല്ലോ. അല്ലെങ്കിൽ എവിടെയാണ് സമരരംഗത്ത് BJP ഉള്ളത് എന്ന ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. പക്ഷേ അത് ചോദ്യം വളരെ ആക്റ്റീവായി അവരുടെ പ്രവർത്തകരുടെ ഇടയിലേക്ക് തന്നെ വന്ന സമയത്ത് അതങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ CPM-നെതിരെ സംസാരിക്കുന്നത്. നമുക്ക് BJP-യുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അവരുടെ എല്ലാ കാലത്തെയും ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. ആ ഭാരതത്തിൽ കേരളവും പെടുമല്ലോ. അപ്പൊ കോൺഗ്രസിനെ ഇവിടെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് BJP-യുടെ ഐഡിയോളജി. CPM-ന്റെ ഐഡിയോളജി എന്താണ്? ഇവിടെ അവരാകപ്പാടുള്ള സംസ്ഥാനം കേരളമാണ്. അവിടെ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്താ പറയുന്നത്, ഇവിടുത്തെ ഭരണം നിലനിർത്തണം. അങ്ങനെ ഭരണം നിലനിർത്തണമെങ്കിൽ ആരെ തോപ്പിക്കണം? കോൺഗ്രസിനെ തോപ്പിക്കണം. BJP-യെ തോപ്പിച്ചുകൊണ്ട് വരില്ലല്ലോ, കോൺഗ്രസിനെ തോപ്പിക്കണം. അപ്പൊ കോൺഗ്രസിനെ തോപ്പിക്കാൻ വേണ്ടി ശത്രുവിന്റെ ശത്രു മിത്രം എന്ന കണക്കിന് അവർ കൈ കൊടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൈ കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പും, ഈ തവണയും ആ സഖ്യം ഉണ്ടാകും. പക്ഷെ ആ സഖ്യത്തേക്ക് പൊളിക്കുന്ന രീതിയിലുള്ള ആന്റി ഇൻകൺവൻസി പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായി ഇവിടെ ഉണ്ട്. അവർക്ക് എത്ര വോട്ടാണ് ക്രോസ് വോട്ട് ചെയ്യാൻ പറ്റുക? അതിനൊക്കെ മുകളിലേക്ക് ആ ഒരു UDF ട്രെൻഡ് ആഞ്ഞടിക്കുന്നുണ്ട് സംസ്ഥാനത്ത് എന്നാണ് ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, BJP-യുടെ ധാരണ ഒരു തവണ കൂടി CPM അധികാരത്തിൽ വന്നാൽ, ഒരു തവണ കൂടി മൂന്നാം ടൈം വന്ന ഒരിടത്തും ഇവർ നന്നായിട്ടില്ല. മുച്ചൂടും തകർന്നതേ ഉള്ളൂ. ബംഗാൾ ആവട്ടെ, ത്രിപുര ആവട്ടെ, എന്തായിരുന്നു അവസ്ഥ? ജ്യോതി ബസു എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അതിന് 2ാം തവണ വന്നപ്പോൾ തന്നെ CPM ഏതാണ്ട് തകർന്നടിഞ്ഞ മട്ടിലാണുള്ളത്. ഒരു 3ാം തവണ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ CPM എന്നുള്ളൊരു പേര് കേരളം അല്ലെങ്കിൽ ഇന്ത്യ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. അതാണ് അവരുടെയും ലക്ഷ്യം. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക്, അതായത് CPM 3ാം തവണ വരുമ്പോൾ CPM ആ 3ാം തവണത്തോടുകൂടി അവസാനിക്കും. ആ സ്പേസിലേക്ക് BJPക്ക് വളരാം എന്നുള്ള പൊളിറ്റിക്കൽ ഐഡിയ ആണ് അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് 3ാം തവണ അവരെ വരുത്തുക. ഏതായാലും BJPക്ക് ഈ തവണ
കേരള ഭരണം പിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ 30 സീറ്റ് കിട്ടിയാൽ പിടിക്കും എന്നൊക്കെ പറഞ്ഞത് അമിത്ഷായെ പറ്റിച്ച് കുറച്ച് പൈസ അടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ തവണ രാജീവ് ചന്ദ്രശേഖരൻ അത് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിന് പൈസ അടയ്ക്കുന്ന ബുദ്ധിമുട്ടുള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞ പോലെ 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരണം പിടിക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ പറയാൻ സാധ്യതയില്ല. പക്ഷേ ഇവർ അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അവരുടെ പ്ലാൻ തന്നെ, കേരളത്തെ സംബന്ധിച്ച് അവരുടെ പ്ലാൻ തന്നെ 2031 എന്നുള്ളതാണ്. 2031 അവർ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ 2031 വരണമെങ്കിൽ ഹർഷം നോക്കും, ഞാൻ ഹർഷയോട് ചോദിക്കാം, ഈ അടുത്ത തവണ UDF അധികാരത്തിൽ വരുന്നു. സ്വാഭാവികമായും ഭരണത്തിലുള്ള പാർട്ടി എന്ന കണക്ക് UDF ഇവിടെ തകരില്ല. ഞങ്ങൾ സ്വാഭാവികമായും ശക്തമായ ഒരു സംവിധാനത്തിലേക്ക് വളർന്നു പോകും. CPM പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശക്തമാവുന്നത്. ഞാൻ അവരെ അംഗീകരിക്കുകയാണ്. തീർച്ചയായും അവരുടെ സമര സംഘടനയാണ്, കോൺഗ്രസ് സമര സംഘടനയാണ്. പക്ഷേ കേഡർ സിസ്റ്റം എന്ന നിലയ്ക്ക് പ്രതിപക്ഷത്ത് ഇല്ലാത്ത സമരങ്ങൾ ഉണ്ടാക്കി അതിന്റെ പുറകിൽ നിൽക്കുകയും അങ്ങനെ അവർ സംവിധാനത്തെ, അതായത് പാർട്ടിയെ വളർത്താൻ അവർക്ക് സാധിക്കുന്ന പ്രതിപക്ഷത്ത്. അപ്പൊ അവർ പ്രതിപക്ഷത്ത് വന്നാൽ CPM-ഉം വളരും, കോൺഗ്രസും വളരും. അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അവിടെ BJPക്ക് സ്പേസ് ഇല്ല. പക്ഷേ CPM ഭരണത്തിന്റെ സുഖത്തിലേക്ക് വീണ്ടും വീണുപോയാൽ അവരുടെ പാർട്ടി തകരും, ആ സ്പേസിലേക്ക് BJPക്ക് വളരാൻ പറ്റും. അതുകൊണ്ട് BJP ഈ തവണ CPM നോട്ട് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു ക്രോസ് വോട്ടിംഗ് ആയിരിക്കും. പക്ഷെ അതിന്റെ ഉറപ്പ് കിട്ടാൻ വേണ്ടി അവർ ടെസ്റ്റ് ഡോസ് നടത്താൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായിരിക്കും. പക്ഷെ അതിനെല്ലാം കവച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ വലിയ ഒരു ആന്റി ഇൻകൺവൻസിയും UDF ട്രെൻഡും ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇപ്പോ BJPയെ സംബന്ധിച്ച് ഇപ്പൊ നേരത്തെ വക്കീല് പറഞ്ഞതുപോലെ തന്നെ CPM-നെ വളരാൻ, തൽക്കാലത്തേക്ക് വളരാൻ അനുവദിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ CPM-നകത്താണെങ്കിലും കോൺഗ്രസിനകത്താണെങ്കിലും വളരെയധികം വലിയ വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാർക്കിടയിൽ തന്നെ പല പ്രശ്നങ്ങളും നടക്കുമ്പോഴാണ് BJP ഈ ഒരു സ്ട്രാറ്റജിയുമായി മുൻപോട്ട് വരുന്നത്. അത് യഥാർത്ഥത്തിൽ BJP കേരളത്തിൽ വളരാനുള്ള ഒരു അവസരം CPM തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. കാരണം BJPക്ക് കേരളത്തിൽ നിലനിന്ന് പോകാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. CPM BJP ഇട്ടുകൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പിടിച്ചുകൊണ്ട് തന്നെ, വർഗീയത പോലെയുള്ള അല്ലെങ്കിൽ മതം പോലെയുള്ള കാര്യങ്ങളിൽ പിടിച്ചുകൊണ്ട് തന്നെ CPM അതിന് അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളായിരുന്നു UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് ആയിരിക്കും കേരളം ഭരിക്കുന്നത്, കേരളം ഒരു മുസ്ലിം രാഷ്ട്രം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അധികാരത്തിൽ വരുന്ന ഒരു രീതിയിലായിരിക്കും എന്ന് പറയപ്പെടുന്നു. അതേസമയം തന്നെ CPM-നെതിരെ CPM ഒരു ഹിന്ദുമത വിശ്വാസമാണ്, പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു അയ്യപ്പ ഭക്തനാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് രീതിയിൽ രണ്ട് മതങ്ങളെ വെച്ചുകൊണ്ട് കേരളം വിഭജിച്ചുകൊണ്ട് അതിനകത്ത് ആട്ടിൻതോലണിഞ്ഞ ചെന്നായിയുടെ രീതിയിലേക്ക് BJP മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അത് BJPക്ക് എങ്ങനെ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് അധികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നോക്കൂ, പക്ഷെ അധികാരത്തിനുണ്ട് സ്ട്രാറ്റജി ആയിട്ട് മതങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഞാനൊരു എക്സാമ്പിൾ പറയാം. PDP എന്ന് പറയുന്ന പാർട്ടി ജമ്മു കാശ്മീരിൽ ഏറ്റവും വലിയ തീവ്രവാദി പാർട്ടിയാണ് എന്നാണ് അമിത്ഷാ പ്രസംഗിച്ചിരുന്നത്. പക്ഷേ അവിടെ PDP-യുമായി സഖ്യം ചേർന്ന് അധികാരം പിടിച്ചവരാണ് BJP. അല്ലെങ്കിൽ ഈ മിസോറാമിൽ അവിടുത്തെ മുഖ്യമന്ത്രി അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളതായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അമിത്ഷാ നേരിട്ട് പറന്നിറങ്ങി ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുമായി അവിടെ സഖ്യ സർക്കാർ ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. നാളെ CPM-ഉമായിട്ട് വേണമെങ്കിൽ BJP സഖ്യ സർക്കാർ ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അവർക്ക് മുൻകാല ചരിത്രങ്ങളും അതിലുണ്ട്. അപ്പൊ അങ്ങ് പറഞ്ഞത് ശരിയാണ്. അതായത് ആട്ടിൻതോലണിഞ്ഞ് നമ്മളുടെ ഇടയിൽ വിഭിന്ന ചിന്താഗതി ഉണ്ടാക്കി ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ച് അതിന്റെ രക്തം കുടിച്ച് പൊണ്ണിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് CPM-ആണ്. നോക്കൂ, CPM-നെ സംബന്ധിച്ച് അവരെന്താ ചെയ്യുന്നത്? ഞങ്ങളാണ് BJP എതിർക്കുന്നത് എന്ന് പറയുകയും അല്ലെങ്കിൽ അങ്ങനെ മേനി നടിക്കുകയും ഗൗഗോ വിളികൾ നടത്തുകയും ചെയ്യുകയും, എന്നാൽ അറ്റ് ദ സെയിം ടൈം അന്തർധാരയിൽ CPM-യുമായി സഖ്യമുണ്ടാക്കുകയും BJP-യുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്യണം. ഒരു കാര്യം കൂടെ, ഈ ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതണം, അവിടെ ഹിന്ദു രാഷ്ട്രം എന്ന് എഴുതണം എന്ന് പറഞ്ഞാൽ ദത്താത്രേയ ഹൊസബുള എന്ന് പറയുന്ന RSS നേതാവാണ്. അപ്പൊ പെട്ടെന്ന് പറയുമ്പോൾ ഹർഷയ്ക്കോ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മനസ്സിലാവത്തില്ല ഈ ദത്താത്രേയ ഹൊസബുള ആരാണ്. ആ ദത്താത്രേയ ഹൊസബുളയെ കാണാൻ വേണ്ടിയാണ് അജിത് കുമാർ രാത്രിയിൽ തലയിൽ മുണ്ടിട്ട് ADGP അജിത് കുമാർ പോയത്. നോക്കൂ, ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതണമെന്ന് പറയുന്ന ആളെ കാണാനാണ് പിണറായി വിജയന്റെ പോലീസ് പിണറായി വിജയൻ പറഞ്ഞു വിട്ടിട്ട് രാത്രിയിൽ തലയിൽ മുണ്ടിട്ട് പോകുന്നത്. അപ്പൊ നോക്കൂ, അത്രമാത്രം വലിയ ധാരണ ഇവർ തമ്മിൽ ഉണ്ട് എന്നാണ് സത്യം.